അഭി കുറച്ചു കഴിഞ്ഞ് മുകളിൽ ചെന്ന് നോക്കിയപ്പോൾ ആകാശത്ത് നോക്കിയിരിക്കുന്ന പാച്ചുനെയാണ് കാണുന്നത്. അവൻ അവളുടെ കൂടെ ഇരുന്നു. പാറൂസേ, ഡാ, ഡി കോപ്പേ, എന്താണ് ചെക്ക? ഐ ലവ് യു ഡി കുരുപ്പേ, ലവ് യു ടു. 4 മാസം കൂടി കഴിഞ്ഞ് നമ്മുടെ കല്യാണം അല്ലേടാ പാറു? നീ ഹാപ്പിയാണോ? ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഈ ലോകം പിടിച്ചടക്കിയ സന്തോഷമുണ്ട്. നിന്റെ ഈ ലോകത്ത് ഞാൻ വളരെ ഹാപ്പിയാണ്. പാറു, നീ സാഹിത്യം പറയാൻ പോവാണോ? ഞാൻ ഒന്നും പറയുന്നില്ല മോനെ കാലാ. എന്നെ നീ പുച്ഛിച്ചു. അതിനുള്ളത് മുതലും പലിശയും ചേർത്ത് തരാം കേട്ടോടാ കാല. എന്തോ? എങ്ങനെ തരും? ഐ എം വെയിറ്റിംഗ്. ഓഹോ, വെയിറ്റിംഗ് ചെയ്തോ? എന്റെ ഭഗവാനെ, ഈ കാല എന്നെ എങ്ങനെ സഹിക്കും? ഞാൻ സഹിച്ചോളാം. വിശ്വ, ഞങ്ങൾ ഇറങ്ങുവാണ്. പാച്ചുവേ, നീ വരുന്നില്ലേ? പിന്നെ ഞാൻ വരാതെ? അപ്പൊ ശരി വിശ്വച്ച, ഞാൻ പോണം. നാളെ ഞങ്ങൾ ചോദിക്കാൻ വരാട്ടോ. ശരി കാന്താരി. അപ്പൂസ്, ഗൗരി ചേച്ചി, കേട്ടാ, ഞാൻ പോണു. വാടാ ഇങ്ങോട്ട്. അല്ലേ 2 ദിവസം കഴിഞ്ഞ് വന്നാ പോരെ? വേണ്ട, നമുക്ക് വീട്ടിൽ പോയി ചാച്ചണ്ടേ? വേണ്ട, ഇങ്ങോട്ട് വാടി കുരുപ്പേ. അപ്പൊ ശരി മക്കളെ, ചേച്ചി പോവാണ്. ശരി ചാച്ചി. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നോണം. ഓടി നടക്കരുത്. എന്ത് വേണേലും പറഞ്ഞാൽ മതി, ചേച്ചി മേടിച്ചുകൊണ്ട് വന്നോളാം. നന്നായി റെസ്റ്റ് എടുക്കാം. പാച്ചു അപ്പൂനെ അടുക്കൽ ചെന്ന് പറഞ്ഞു. എല്ലാരും അപ്പൂനെ ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിച്ചോളാവേ. അപ്പൊ ഇനി യാത്രയില്ല മക്കളെ. രാവിലെ തന്നെ കിച്ചുവിന്റെ അമ്മയും അച്ഛനും പ്രതാപും വാസുകയും കിച്ചുവും പാച്ചുവുമായി അഭിയുടെ വീട്ടിൽ കിച്ചുവിന് പെണ്ണ് കാണാൻ ചെന്നു. വിശ്വ, ഇത് ശങ്കർ, കിച്ചുവിന്റെ അച്ഛൻ. ഇത് കിച്ചുവിന്റെ അമ്മ. ഞാൻ കിച്ചുവിന്റെ അനിയത്തി പാർവണ പ്രതാപ്. നീ പറഞ്ഞ നന്നായി. നിന്നെ ഇവിടെ ആർക്കും അറിയില്ലല്ലോ. അതിന് എന്നാണ് പ്രശ്നം? അല്ല, കുട്ടി എന്തേ? കുട്ടി അപ്പൂന്റെ വയറ്റിലാണ്. 10 മാസം കഴിഞ്ഞാൽ ആന്റി. ഒന്ന് നിർത്തന്റെ കുഞ്ഞേ. വന്നപ്പോ തൊട്ട് നിന്റെ ചളിയടിയല്ലേ ഞാൻ കേൾക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരണമായിരുന്നു. അതെങ്ങനെ? ആണ്ടിലും മൂപ്പിലുമാണ് ഞങ്ങളെ കാണാൻ നിങ്ങൾ വരുന്നത്. അതുകൊണ്ട് സഹിക്കുക. അതുകൊണ്ട് ചേട്ടൻ തന്നെ ഇതിനെ സഹിക്കണം. ഓ, ഞാൻ പോവാണ്. പിന്നെ ഗൗരി ചേച്ചി വന്നു. പെണ്ണ് കണ്ടു. എല്ലാവർക്കും ഇഷ്ടായി. ലതാമ്മ ഫ്ലാറ്റ്. ലതാമ്മയുടെ ആഗ്രഹം പോലെ അടക്കവും ഒതുക്കവും ഉള്ള പെണ്ണ്. പിന്നെ അവിടെ ചർച്ചാ വിഷയം കല്യാണവും ജാതകവും. അങ്ങനെ നീണ്ടു. ഉച്ചയ്ക്ക് ശേഷം അച്ഛന്മാർ എല്ലാവരും കൂടി ജാതകം നോക്കാൻ പോയി. കിച്ചുവേട്ടൻ വാലിന് തീ പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട്. എന്തോ അക്കേട്ടൻ കിച്ചുവിനെ നന്നായി വരുന്നുണ്ട്. അപ്പവും ഗൗരി ചേച്ചി അടുക്കളയിൽ അമ്മമാരെ സഹായിക്കുന്നു. അമ്മമാർ അവരെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല. ഞാൻ അവരുണ്ടാക്കുന്ന പലഹാരം ടെസ്റ്റ് ചെയ്ത് അവിടെ ഇരുന്നു. അബിയുടെ അത്യാവശ്യമായി ഓഫീസിൽ പോയി ഏതോ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ. കുറച്ചു കഴിഞ്ഞ് അച്ഛന്മാര് വന്നു. എന്തായി പോയ കാര്യം? അബിയുടെയും പാച്ചുവിന്റെയും മുഹൂർത്തത്തിൽ തന്നെ ഇവരുടെയും കുറിച്ച് കിട്ടി. 10ൽ 9 പൊരുത്തമുണ്ട്. അറിയാലോ, അവൾക്ക് അച്ഛനും അമ്മയും ആരുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളാണ് അവൾക്ക് എല്ലാം. വിശ്വച്ചൻ പറഞ്ഞു. ഞങ്ങൾ ഗൗരിയെ മരുമകളായിട്ടല്ല, മകളായിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. മോൾക്ക് അവിടെ ഒരു പ്രശ്നവും കാണില്ല. ലത ഉറപ്പു നൽകി. ഇനി കുറച്ചു മാസം കൂടി ഉള്ളല്ലോ കല്യാണത്തിന്. എല്ലാവരെയും വിളിക്കണ്ടേ? അഖിൽ ചോദിച്ചു. അത് ശരിയാണ്. അങ്ങോട്ട് പിടിപ്പത് പണിയായിരിക്കും. നമുക്ക് കല്യാണം അമ്പലത്തിൽ വെച്ച് സിമ്പിൾ ആയിട്ട് നടത്താം. അതുപോലെ റിസപ്ഷൻ നമുക്ക് എല്ലാവരെയും വിളിക്കാം. അത് നീയാണോ പാച്ചു തീരുമാനിക്കുന്നത്? എന്റെ പെങ്ങന്മാരുടെ കല്യാണമാണ്. അത് ഗ്രാൻഡായി തന്നെ നടത്തണം. അതും പറഞ്ഞാക്കി പാച്ചുവിനെയും ഗൗരിയും ചേർത്ത് പിടിച്ചു. അത് തന്നെ 2 കുടുംബത്തിലെ അവസാനത്തെ കല്യാണമാണ്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നടത്തണം. കല്യാണക്കുറിക്ക് ഓർഡർ കൊടുക്കണ്ടേ? ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം. എന്തൊക്കെ പരിപാടിയാണുള്ളത്. അധികം സമയമില്ല. പിന്നെ അവിടെ ചൂടുള്ള ചർച്ചാ വിഷയം കല്യാണമായി. അച്ഛന്മാരെല്ലാവരും ഗഗനമായി എന്തൊക്കെയോ ചിന്തിച്ചു പോകുന്നുണ്ട്. അപ്പൂനെ അടുത്ത് നിന്ന് വന്നതേ അങ്ങോട്ട് കിടന്നുറങ്ങി. തലവഴി വെള്ളം വീണ് നോക്കിയപ്പോൾ പോരാളി അവിടെ പോരിനായി നിൽക്കുന്നു. പാച്ചു, നിനക്ക് വല്ല ബോധമുണ്ടോ? കുറച്ച് മാസം കൂടി കഴിഞ്ഞാൽ മറ്റൊരു വീട്ടിൽ ചെന്ന് കയറേണ്ട പെണ്ണാണ്. സന്ധ്യക്ക് കിടന്നുറങ്ങുന്നത് നോക്കിക്കേ. അതെങ്ങനെയാണ്? ലാളിക്കാൻ ഒരു അച്ഛനുണ്ടല്ലോ. വഷളാക്കി വെച്ചേക്കുക പെണ്ണിനെ, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ. അതിന് ഞാൻ ആരെ കൊണ്ടാണ് പറയിപ്പിച്ചിട്ടുള്ളത്? എല്ലാ അമ്മമാരുടെ സ്ഥിരം ഡയലോഗ് ഒന്ന് മാറ്റി പിടിച്ചുകൂടെ? ഡി, കൂടുതൽ വിളച്ചിലെടുത്ത് പിഴുതെടുക്കുന്നാക്ക്. ഇങ്ങോട്ടൊന്ന് വാ. നിന്ന് തരാൻ പോവല്ലേ? എന്താ ഇവിടെ പ്രശ്നം? രണ്ടും കൂടി തുടങ്ങിയോ? ആദ്യം നിങ്ങളുടെ മോളെ നന്നാക്കും മനുഷ്യ. ഈ നാക്കും വെച്ചോണ്ട് ജീവിക്കാൻ പറ്റില്ല. അതിനിപ്പോ എന്താ ഇവിടെ പ്രശ്നം? അങ്ങനെ ചോദിക്കച്ചാ. ഞാൻ ഇച്ചിരി നേരം കിടന്നുറങ്ങിയതിനാണ് ഈ പോരാളി ഇവിടെ പോരുകൊഴിപ്പല്ലേ ഇവിടെ നിൽക്കുന്നത്. മോള് പറയുന്നത് കേട്ടല്ലോ. ആ സമയത്ത് അവളുടെ ഒരു കിടപ്പ്. ആ സമയം ഏതാണ്? കൂടുതൽ സലങ്കുമാർ കളിക്കാതെ ഇറങ്ങി പോടി. ഇതെന്ത് വെള്ളരിക്ക പട്ടണമാണോ? എനിക്കിവിടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇല്ലേ? ഇത്രയും സ്വാതന്ത്ര്യം മതി മോൾക്ക്. അതുകൊണ്ട് പോയെ. എന്നിട്ട് കുളിച്ച് വിളക്ക് കത്തിക്കാൻ നോക്ക്. ഞാൻ പോവാണ്. അതും പറഞ്ഞ് പാച്ചു തുള്ളിച്ചാടി ബാത്റൂമിൽ പോയി. വസുപ്രതാപിനെ നോക്കി പേടിപ്പിച്ച് അടുക്കളയിലോട്ട്. ഇതിനിടയിൽ കിടന്ന് പാവം പ്രതാപ് നട്ടം തിരിയുകയാണ്. പാച്ചു കുളിച്ച് വിളക്ക് വെച്ച് നാമം ചൊല്ലി ഇരിക്കുമ്പോഴാണ് അബിയുടെ കോൾ വന്നത്. ഹലോ. മറുവശം മൗനം. എന്തു പറ്റി? പിന്നെയും മൗനം. അബിയേട്ടാ,
എന്താ കാര്യം? ടെൻഷനുണ്ടോ? ഒന്നുമില്ല, ഓഫീസിലെ ചില പ്രശ്നങ്ങൾ. ഓക്കെ ആയില്ലേ? ആ, തീരാറായി. സ്ട്രെസ് എടുത്ത് വയ്യ. ഓ, അപ്പൊ റിലീഫിന് വേണ്ടി എന്നെ വിളിച്ചതാണോ? അല്ലല്ലോ. അതെന്നാ? പിന്നെന്താണ്? ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്താണെന്നോ? അതേലോ. ആ അബിയേട്ടാ, പറയാൻ മറന്നു. ഇന്നെന്നെ പോരാളി വഴക്കു പറഞ്ഞു. എന്തിന്? ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങിയതിന്. നീ കിടന്നുറങ്ങിയ പിന്നെ നിനക്ക് ബോധം കാണില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ഓ, നിങ്ങളെ ഒറ്റക്കെട്ട്. ഞാൻ പുറത്താണല്ലോ. നീ ആരുടെ പുറത്താണ് പാറൂസ്? ഉണ്ടം ആണോ? പിന്നെ ഒരു കാര്യം പറയണം, എനിക്ക് 4 മാസം ലീവ് വേണം. അതെന്താണ്? എന്റെ കല്യാണമാണ്. അത് നടക്കില്ല. എന്തുകൊണ്ട്? അതിന്റെ വര ഞാനല്ലേ, അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും എപ്പോ നിനക്ക് വേണമെന്ന്. എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഈ 4 മാസത്തിൽ എന്ത് പരിപാടിയാണ്? അബിയേട്ടാ പ്ലീസ്. നടക്കില്ല പാർവണ. താൻ വെച്ചിട്ട് പോടാ കാല. ഡി. അപ്പോഴേക്കും പാച്ചു ഫോൺ കട്ടിയതും. അങ്ങനെ ആരാണെന്നാ വിചാരം? അതും പറഞ്ഞ് അവൾ റൂമിൽ പോയിരുന്നു. പാവം തലയാണ് അവൾ പിടിച്ച് കശക്കുന്നുണ്ട്. ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടാണ് പ്രതാപ് പുറത്തോട്ട് വന്നത്. ഇതാര്? അഭിയോ? അച്ഛാ, ഞാൻ ഒന്ന് പാച്ചുവിനെ കാണാൻ വന്നതാ. അതിനെന്താ, നീ പോയി കാണും. അല്ല, അവൾ വല്ലതും ഒപ്പിച്ചോ? അച്ഛനെങ്ങനെ മനസ്സിലായി? കുറച്ചു മുമ്പ് പിറുപിറുത്തോണ്ട് തുള്ളിച്ചാടി റൂമിൽ പോയപ്പോ മനസ്സിലായി. അല്ല, എന്താ കാര്യം? അതോ, അവൾക്കൊരു ലോങ് ലീവ് വേണം, അവളുടെ കല്യാണാണെന്ന്. ഈ പെണ്ണ്, നീ പോയി ചെന്ന് കാണാൻ നോക്ക്. പസുമ്മ എന്തേ? ഞാൻ ഇവിടെ ഉണ്ട്. പോകുമ്പോ അവൾക്കിട്ട് 2 പെട കൂടെ കൊടുത്തോ? അവ ഒന്ന് മൂളി പാച്ചുവിന്റെ റൂമിലേക്ക് പോയി. മുറിയിലെത്തിയത് കട്ടിലെ കമിഴ്ന്ന് കിടന്ന് ഫോണിൽ പബ്ജി കളിക്കുന്ന പാച്ചുവിനെയാണ് കണ്ടത്. ഡി. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോ ദേ നിൽക്കുന്നു കാലം ഫുൾ കലിപ്പിൽ. അവൻ അവളുടെ അടുത്ത് ചെന്ന് പിടിച്ചെഴുന്നേപ്പിച്ച് അവനോട് ചേർത്ത് നിർത്തി. ഡി കോപ്പെ, നീ എന്നതാ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞ്? എന്നെ എന്തിനാ പാർവണ എന്ന് വിളിച്ചത്? അതുകൊണ്ട് തന്നെയാ ഫോൺ എടുക്കാഞ്ഞ്. കൂടുതൽ വെളച്ചിലെടുക്കലേ കാലേവാരി നിലത്തറിക്കും. അവൾ ഒന്നും മിണ്ടിയില്ല. എന്തടി ഒന്നും പറയാതെ? നിന്റെ വായി പൂച്ച വിറ്റ് കിടക്കുന്നു. അവൾ തല താഴ്ത്തി നിന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല. ഡി, ഇങ്ങോട്ട് നോക്ക്. അപ്പോഴും മൗനം തന്നെ. നോക്കടി. ആ അലർച്ചി അവൾ അവനെ നോക്കി. നാളെ രാവിലെ ഓഫീസിൽ ഞാൻ വരുമ്പോ നീ കാണണം. അത് കേട്ടതും അവൾ ചുണ്ടും കുറിപ്പിച്ച് അവനെ നോക്കി നിന്നു. കേട്ടോ? വായി നാക്കില്ലേ? ഉണ്ട്. അവളുടെ കൈ വിട്ട് അവൻ ബെഡിൽ പോയിരുന്നു. ഇങ്ങോട്ട് വാ. ഇല്ല. ഞാൻ അങ്ങോട്ട് വന്ന വെട്ടുപോത്ത്. നീ ഇങ്ങോട്ട് വരാൻ. ഇപ്പൊ റൂമിൽ നിന്ന് ഇറങ്ങിക്കും, അല്ലെ ഒച്ച വെച്ച അച്ഛനെ അമ്മയും വിളിക്കും. ബാൽക്കണി കയറി വന്ന കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കും. പോയി പറയടി. ഞാൻ പോയി പറഞ്ഞു കൊടുക്കും. അതും പറഞ്ഞ് പാച്ചു വാതിന്റെ അടുത്തേക്ക് പോയി. മോൾ അവിടെ നിന്നേ. പാച്ചു തിരിഞ്ഞു നോക്കി. ഞാനേ നിന്റെ അച്ഛനോട് ചോദിച്ചേനെ ഇങ്ങോട്ട് വന്നത്. മോളുടെ അമ്മ നിനക്ക് നല്ല 2 പെട തരാനും എന്നെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അത് കേട്ടതും പാച്ചു അവിടെ നിന്ന് തത്തിക്കളിച്ചു. എന്തേ പോകുന്നില്ലേ? നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ. അതോ ഞാൻ അങ്ങോട്ട് വരണോ? അവൾ കട്ടിലിനടുത്ത് പോയിരുന്നു. മുഖം ഒരു കൊട്ട പോലെ കയറ്റി വീർപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ഇരുന്ന് പെറുപിറുക്കുന്നു. നീ എന്താടി കിളവിയായോ ഒറ്റയ്ക്കിരുന്ന് പെറുപിറുക്കാൻ? തനിക്ക് എന്താണ്? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, താൻ ഡോ പോടോ എന്നൊന്നും വിളിക്കരുത്. നിനക്ക് എന്താ പറഞ്ഞ കേട്ടെ? ഇപ്പൊ എന്താ ഇവിടെ പ്രശ്നം? നീ തന്നെയാണ് പ്രശ്നം. വഴക്ക് തുടങ്ങിയത് അഭിയേട്ട അല്ലേ? ഞാനോ? അതെ, എന്നെ പാർവണിയെന്ന് വിളിച്ചത് അഭിയേട്ടൻ, അല്ലാതെ ഭൂതം വല്ലതും ആണോ? അത് നീ എന്നെ ദേഷ്യം പിടിപ്പിച്ചതുകൊണ്ട്. ഞാൻ എന്ത് ദേഷ്യം പിടിപ്പിച്ചു എന്നാണ് പറയുന്നത്? എന്റെ കല്യാണം ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ലീവ് വേണം, അത് ഞാൻ ചോദിച്ചു. അത് നടക്കില്ല, തരത്തില്ല. അതെന്താ? കഷ്ടമുണ്ട് കേട്ടോ. ഒരു കഷ്ടവും ഇല്ല. നിനക്ക് ലീവ് വേണമെന്ന് എനിക്ക് തോന്നുമ്പോ ഞാൻ തരാം. എന്നാത്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? അപ്പൊ നിനക്കോ? എനിക്ക് മടിയാണ് അബിയേട്ടാ, പ്ലീസ്. അതുകൊണ്ട് എനിക്കൊന്ന് ലീവ് തായോ. വെറുതെ നീ ഇതിനു വേണ്ടി വഴക്കുണ്ടാക്കണ്ട പാച്ചു. അതെന്നാ? എടി പോത്തെ, എനിക്ക് നീ എപ്പോഴും അടുത്ത് കാണാം. അതിനുവേണ്ടി തന്നെയാണ് അച്ഛനോട് പറഞ്ഞ് നിനക്ക് അവിടെ ജോലി റെഡിയാക്കിയത്. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് നാളെ തൊട്ട് ഓഫീസിൽ വരാൻ നോക്കിയോ, അല്ലെ ഞാൻ ഇവിടെ വന്ന് തൂക്കിയെടുത്ത് നിന്നെ കൊണ്ടുപോകും. അറിയാലോ എന്നെ. അതും പറഞ്ഞ് അബി അവളെ പിടിച്ച് മടിയിലിരുത്തി. ഇനി എന്റെ മോൾക്ക് ലീവ് വേണോ? വേണ്ട, കാലൻ. അതെ, കാലൻ തന്നെയാണ്. മോൾക്ക് വല്ല ഡൗട്ടും ഉണ്ടോ? അവ അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചൊന്ന് കടിച്ചു. ആ, നോന്നു. എന്റെ പാറുവിന് നൊന്തോ? അവൾ തലയാട്ടി. അവൻ അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു. ഞാൻ പോവാണ്. അമ്മയായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടല്ലോ. കുരുത്തക്കേടൊന്നും കാണിക്കാതെ കിടന്നുറങ്ങണം. പബ്ജി കളിച്ചോണ്ടിരിക്കരുത് കേട്ടല്ലോ. നാളെ രാവിലെ റെഡി ആയിരിക്കണം. ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം കേട്ടോ. അപ്പൊ ശരി, ഞാൻ പോവാണ്. ഗുഡ് നൈറ്റ്. വേണ്ട, ഇപ്പൊ പോണ്ട. കുറച്ചു നേരം കൂടി ഇരിക്കുവോ? അതും പറഞ്ഞ് അവന്റെ കഴുത്തിൽ കൂടെ കൈയിട്ട് നെഞ്ചി തലചായ്ച്ചിരുന്നു. പോയിട്ട് പിന്നെ വരാട്ടോ. എന്റെ കൊച്ചു കിടന്നുറങ്ങാൻ നോക്ക്. അവൻ അവളുടെ നെറ്റിയെ ചുംബിച്ചു. അവളെ നോക്കി ചിരിച്ചിട്ട് അവളെ അവനിൽ നിന്നും അടർത്തി മാറ്റി. ഞാൻ പോവാണ്. അതും പറഞ്ഞ് അവൻ താഴോട്ട് പോയി. കൂടെ അവളും. ഞാൻ ഇറങ്ങുവാണേ, മോനെ കഴിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. പാച്ചു അവനെ ചൂഴ്ന്നു നോക്കി. ശരിയെന്നാ. അതേസമയം കിച്ചു. ഇത്രയും വലിയ മതിലൊക്കെ എന്തിനാണ് പണിയുന്നത്? എന്റെ പെണ്ണിനെ കാണാൻ പോകുന്ന കഷ്ടപ്പാടേ.
അവൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ ഭഗവാനെ? കിച്ചു കഷ്ടപ്പെട്ട് മതി ചാടിക്കടന്ന് ഗൗരി ഉറങ്ങുന്ന റൂമിലെ ജനലിന്റെ സൈഡിൽ വലിഞ്ഞു കയറി. ഗൗരിയെ ഫോൺ വിളിച്ചു. ഹലോ, എന്താ കിച്ചു ഈ സമയത്ത്? ജന തുറക്കടി കുട്ടിപ്പിശാചേ. എന്ത്? എന്റെ മോള് ജനലിനടുത്തൊന്ന് വന്ന് നിന്നേ. ഗൗരി ഫോണുമായി ജനലിന്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോ ദേ നിൽക്കുന്നു കിച്ചു ക്ലോസപ്പ് ചിരിയുമായി. എന്താ മനുഷ്യ ഈ സമയത്ത്? നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? അതേടി, എനിക്ക് മുഴുത്ത ഭ്രാന്ത. അതുകൊണ്ട് എന്റെ മോള് ആ ബാൽക്കണിയിലൊന്ന് വന്ന് നിന്നേ. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. നിന്നോടാണ് വന്ന് നിൽക്കാൻ പറഞ്ഞത്. ഒച്ച ഉണ്ടാക്കാതെ മനുഷ്യ, ഞാൻ വരാം. നല്ല കൊച്ച്, വേഗം വായോ, ചേട്ടൻ വെയിറ്റ് ചെയ്യാം. ഗൗരി പതിയെ റൂം തുറന്നു ഒച്ചയുണ്ടാക്കാതെ ബാൽക്കണിയിൽ ചെന്ന് നിന്നു. നോക്കിയപ്പോ കിച്ചു മാനത്ത് നോക്കിയിരിക്കുന്നു. അങ്ങയുടെ ആരെങ്കിലും ആ മാനത്തിരിപ്പുണ്ടോ? അവൾ പെറുപെറുത്തു. കിച്ചു, ആ വന്നോ? എന്റെ പൊന്നു കിച്ചു, നീ എന്താ ഇപ്പൊ ഇവിടെ വന്നത്? എന്റെ പെണ്ണിനെ കാണാൻ. ഇന്ന് ഉച്ച വരെ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. എന്നാ ഇപ്പൊ പെട്ടെന്ന് നിന്നെ എനിക്ക് കാണാൻ തോന്നി. നിനക്ക് മുഴുത്ത വട്ടാണ്. അതേടി, നീ എന്ന വട്ട്. ഈ വട്ടിന് ഒരു സുഖമുണ്ട് പെണ്ണെ. നന്നായി. നീ എന്താ അൺറൊമാൻറ്റിക് മൂരാച്ചിയാണ്. അത് നിന്റെ മറ്റവൾ. അവളെ തന്നെ പറഞ്ഞത്. ആ നീ അല്ലേടി സ്വീറ്റ് പൊണ്ടാട്ടി. ചെക്കൻ നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. അതെ, അല്ല എന്ന് തോന്നുന്നുണ്ടോ? അതും പറഞ്ഞ് കിച്ചു അവളെ അവനോട് ചേർത്ത് നിർത്തി. അവന്റെ വലത് കൈ അവളുടെ ഇടുപ്പിൽ അമർന്നു. കിച്ചു, കൈയെടുത്തേ. നിനക്ക് വിക്കുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന് വിൽക്കുന്നത്? അത് ഏത്? ഇങ്ങനെയൊക്കെ പിടിച്ചാൽ? എങ്ങനെയൊക്കെ പിടിച്ചാൽ? കിച്ചു കളിക്കാതെ കൈയെടുത്ത് മാറ്റിയേ. ഇല്ലല്ലോ, ഞാനേ വരുംകാല കൊണ്ടാട്ടിയാണ് പിടിച്ചിരിക്കുന്നത്. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. അങ്ങോട്ട് മാറ് മനുഷ്യ. അവൻ അവളെ രണ്ട് കൈയിലും കോരിയെടുത്ത് ഊഞ്ഞാലിൽ കൊണ്ടുപോയി അവന്റെ മടിയിലിരുത്തി. കിടന്നു കുതറാതെ പെണ്ണെ, അടങ്ങിയിരിക്കേ. അല്ലെ ഞാൻ ഇങ്ങനെയൊന്ന് അമർത്തും. അതും പറഞ്ഞ് അവളുടെ ഇടുപ്പിൽ അവന്റെ കൈ അമർന്നു. ആ ഒരു പിടി മതിയായിരുന്നു അവൾ അനങ്ങാതിരിക്കാൻ. അവൻ ഇടത് കൈകൊണ്ട് അവളുടെ തല അവന്റെ നെഞ്ചി ചേർത്ത് പിടിച്ചു. ഗൗരി, എനിക്ക് നിന്നെ എന്തിഷ്ടമാണെന്നറിയോ? ഈ മാനത്ത് കാണുന്ന നക്ഷത്രങ്ങളെക്കാൾ ഉപരി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്താ സാഹിത്യം പറയുവാണോ? നിനക്കെന്നെ ഇഷ്ടമല്ലേ കിച്ചു? നിനക്കറിയാലോ എനിക്ക് ആരുമില്ലാന്ന്. ഞാൻ ഇത്രയും നാൾ ജീവിച്ചത് ഇവരുടെ കരുണ കൊണ്ടാണ്. എനിക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസവും നല്ലൊരു ജോലി, എന്തിന് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും വിശ്വസിച്ചും തന്നതാണ്. എന്നെ സ്നേഹിക്കാനും മറ്റും ഇവർ മാത്രമേ ഉള്ളായിരുന്നു. ഒരു ചേട്ടന്റെ സ്ഥാനത്ത് അകിച്ചേട്ടനും അനിയന്റെ സ്ഥാനത്ത് അഭിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അറിയൂ, പാച്ചു ഇവിടെ വന്നപ്പോ അപ്പുച്ചേച്ചിയെ നോക്കുന്നത് കണ്ടപ്പോ ഞാൻ എന്തുമാത്രം കൊതിച്ചു വന്നു അവളെപ്പോലെ ഒരു അനിയത്തി കിട്ടാൻ. ഇപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ്. എന്നെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഇനി നീ ഉണ്ടല്ലോ. ഞാൻ നിന്നെ എന്റെ സന്തോഷങ്ങൾ കണ്ടെത്തുന്നുണ്ട്. എനിക്കത് മാത്രം മതി കിച്ചു. കിച്ചു ഒന്നും വേണ്ടാതെ അവളെ ഒന്നുകൂടി അവനോട് ചേർത്ത് ഇരുത്തി. അവന്റെ നെഞ്ച് അവളുടെ കണ്ണുനീർ ഏറ്റുവാങ്ങി. ഗൗരി, നിനക്ക് ഞാനുണ്ടടി പൊട്ടിക്കാളി. പിന്നെ അച്ഛനും അമ്മയും. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ഒരാൾ അവിടെ കിടന്ന് ഗൗരിമോൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വസ്ഥത തന്നിട്ടില്ല. കൂടെ നിന്റെ അനിയത്തിക്കുട്ടി. നീ എന്റെ കൂടെ ഹാപ്പി ആയിരിക്കും, എന്റെ ഉറപ്പാണ്. അതെ, എന്തേ നമ്മുടെ കല്യാണമൊക്കെ ഉറപ്പിച്ച സ്ഥിതിക്ക് ഒരു കിസ് തരുവോ? ഇല്ല മോനെ, പ്ലീസ് പ്ലീസ്, ഒരെണ്ണം മതി. നീ ഒന്നിലൊന്ന് നിർത്തില്ല ചെക്കാ, പ്ലീസ്. നട. അതിനു മുമ്പേ തന്നെ അവന്റെ ആദരങ്ങൾ അവളുടെ ആദരങ്ങളെ കവർന്നെടുത്തു. ആദ്യം അവൾ അവനിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ ശക്തിയോടെ അവൻ അവളിലേക്ക് ചേർന്നു. പിന്നെ അവളും അതിൽ അടിമപ്പെട്ട് അവൾക്ക് നോവാതെ അവന്റെ ആദരങ്ങൾ അവളുടെ ആദരങ്ങളുടെ തേൻ നുകർന്നു. അധരങ്ങളിൽ നിന്ന് പല്ലുകളിലേക്കും അത് നാവുകൾ തമ്മിൽ ചെയ്യുന്നതുമായി ഒരു ദീർഘമായ ചുംബനത്തിലൂടെ അവനിലെ ഇഷ്ടം അവളെ പകർന്നു നൽകി. ശ്വാസം കിട്ടാതെ പിടഞ്ഞപ്പോൾ അവനിൽ നിന്ന് അവളുടെ അധരങ്ങളെ മോചിപ്പിച്ച് അവന്റെ നെഞ്ചിൽ ചേർത്തിരുത്തി. അമ്മ, എന്തിനാടി നീ അവിടെ കിടന്ന് തൊള്ള കയറുന്നത്? എനിക്ക് ഓഫീസിൽ പോകാൻ സമയം, കഴിക്കാൻ വല്ലതും തായോ? എന്റെ കൊച്ചെ, നിനക്ക് അടുക്കളയിൽ വന്ന് എടുത്ത് കഴിച്ചാൽ എന്താ? അതിനല്ലയോ എന്റെ വാസു ഇവിടെയുള്ളത്. കൂടുതൽ പതപ്പിക്കലേ മോളൂസേ. ആ ചെക്ക നിന്നെ എങ്ങനെ സഹിക്കുന്നു? അമ്മ അതോർത്ത് വിഷമിക്കണ്ട, അവനെ എന്നെ സഹിച്ചോളും. എനിക്കിട്ട് താങ്ങാതെ പോയി ഫുഡ് എടുക്കാൻ നോക്കും. അല്ലമ്മേ, അച്ഛ എവിടെ പോയി? ഇന്ന് സ്റ്റോക്ക് വരുന്നതുകൊണ്ട് നേരത്തെ പോയി. അതെങ്ങനെ? ഇതൊക്കെ അറിയണമെങ്കിൽ നേരത്തെ എഴുന്നേക്കണം. അയ്യോ, ഇതിൽ പിടിച്ച് തൂങ്ങണ്ട, ഫുഡ് എടുത്തതാ. അയ്യേ, ഇതെന്താണ്? അമ്മയ്ക്ക് അറിയില്ലേ ഞാൻ ഇത് കഴിക്കില്ലെന്ന്? ഉപ്പുമാവ് ഭയങ്കര ഗ്യാസാണ്, എനിക്ക് വേണ്ട, അമ്മ തന്നെ തിന്നോ. നീ കഴിച്ചിട്ട് പോ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞല്ലോ, ഞാൻ പോവാ. അതും പറഞ്ഞ് പാച്ചു വാതിക്കലേക്ക് നടന്നു. ഇന്ന് അഭി വിളിക്കാൻ വരുന്നത് കൊണ്ട് അവൾ സ്കൂട്ടി എടുത്തില്ല. കുറച്ചു കഴിഞ്ഞപ്പോ അഭിയും എത്തി. അവൾ കാറി കയറി FM ഓൺ ചെയ്തു. സിരി ചാരിയിരുന്ന് അഭിയെ നോക്കി. ബ്ലൂ ഷർട്ട് ആദ്യത്തെ 2 ബട്ടൺ ഓപ്പൺ ആണ്. സ്ലീവ് മടക്കി വെച്ചിട്ടുണ്ട്. അലസമായി മുടി കിടക്കുന്നു. ഷർട്ട് ഇൻ ചെയ്ത് ഒരു ക്ലാസ് ലുക്കിൽ നമ്മ കാലൻ. എന്താണ്? നീ എന്ത് ചൊങ്കനാണ് ചെക്ക? ചൊങ്കനോ? യാ, എന്റെ സുന്ദരൻ. എന്താണ് മോനുസെ മൂളിലൊരു കനം? അവള് പുരുകം പൊക്കി ചോദിച്ചു. എനിക്കെന്ത്, മൂളിക്കൂടെ? അങ്ങനെ ഇപ്പൊ കൂടുതൽ അങ്ങോട്ട് മൂളണ്ട. അതും പറഞ്ഞ് തിരിഞ്ഞിരുന്നു.
അവനൊരു ചെറു ചിരിയോടെ ഡ്രൈവും ചെയ്തു. പെട്ടെന്ന് പാച്ചുവിന്റെ ഫോൺ റിങ് ചെയ്തു. അബി അവളെ നോക്കി പേടിപ്പിച്ചു. അവൾ നന്നായി ഇളിച്ചു കാണിച്ച് ഫോൺ എടുത്തു. ഹലോ, ആ വസു പറ. നിന്റെ ബാഗ് ഞാൻ കാശ് വെച്ചിട്ടുണ്ട്. എന്തിനാണ് വസുവെ കാശ്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഒന്നും കഴിക്കാതെ ഇറങ്ങി പോയതല്ലേ. അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലേ കഴിക്കാഞ്ഞ്. നിനക്ക് ടേബിളിൽ ഇരുന്ന പാലെങ്കിലും കുടിച്ചിട്ട് പൊയ്ക്കൂടായിരുന്നോ? അത് കുടിച്ചല്ലോ. ഞാൻ നിന്റെ അമ്മയാണെന്ന് ഓർക്കണം. നിന്റെ അടവ് ഇങ്ങോട്ട് വേണ്ട. പിന്നെ എങ്ങനെയാ പാൽ സുട്ടുവിന്റെ പാത്രത്തിൽ വന്നു? ദൈവമേ, അവൻ കുടിച്ചില്ലേ? പാച്ചുവിന്റെ ആത്മ. അതുകൊണ്ട് തന്നെയാണ് ബാഗിൽ കാശെടുത്ത് വെച്ചത്. അതുകൊണ്ട് എന്റെ മോള് ചെന്നിട്ട് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കണം, കേട്ടല്ലോ. ശരി വാസു, ഞാൻ കഴിച്ചോളാം. മരുന്നെടുത്ത് കഴിക്കാൻ മറക്കരുത്. ബാഗ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ വാസുട്ടിയെ ഞാൻ കഴിച്ചോളാം. എന്നാ ശരി, വെക്കുവാണ്. ഉമ്മ. ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് കാർ അങ്ങോട്ട് ചലിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായത്. നോക്കിയപ്പോ കാലം ദേഷ്യത്തെ എന്നെ നോക്കുന്നു. അല്ല ദൈവമേ, ഇതെന്താ ഇപ്പൊ കഥ? നീ ഒന്നും കഴിച്ചില്ലേ? ഇല്ല. അതെന്താ വണ്ടി കയറിയപ്പോ പറയാഞ്ഞേ? ഞാൻ വിചാരിച്ചു ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാമെന്ന്. എന്തടിപ്പില്ലേ, നിനക്ക് അറിയില്ലേ രാവിലെ ക്യാൻറ്റീനിൽ സ്നാക്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന്? പാച്ചു, നീ തീർന്നടാ, നീ തീർന്നു. ഇന്ന് നിന്നെ നിന്റെ കാലം വലിച്ചു കീറും. പിന്നെ നീ അവിടെ പോയി എന്ത് കഴിക്കാൻ പോകുന്നു? ബിസ്ക്കറ്റ്. നിനക്ക് എന്താ പാച്ചു കോമൺ സെൻസ് ഇല്ലാത്തെ? നിനക്ക് രാവിലെ മരുന്ന് കഴിക്കണമെന്ന് അറിയില്ലേ? ബിസ്ക്കറ്റ് ആണോ കഴിക്കുന്നത്? വയറ് നിറച്ച് വല്ലതും കഴിക്കണം. പാച്ചുവിനെ നോക്കി പേടിപ്പിച്ച് അഭി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഹോട്ടലിന് മുമ്പിൽ വണ്ടി നിർത്തി. നീ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. അതും പറഞ്ഞ് അഭി പുറത്തിറങ്ങി. തിരിച്ചു വന്നപ്പോ അവന്റെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു. അവൻ കാറി കയറി അവൾക്കത് കൊടുത്തു. തുറന്നു നോക്കിയപ്പോ അവളുടെ കണ്ണുകൾ വിടർന്നു. അവളുടെ സ്പെഷ്യൽ ഓൺ പാലപ്പ ആൻഡ് വെജിറ്റബിൾ സ്റ്റൂ. അവൾ അഭിയെ നോക്കി. അവൻ ഇപ്പോഴും ദേഷ്യത്തിൽ തന്നെയാണ്. അവള് സീറ്റ് ബെൽറ്റ് ഊരി അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ കവളിൽ അമർത്തി ചുംബിച്ചു. ഇനി എന്റെ കാലനാണ്, അല്ല അത് വേണ്ട, ഈ കാലന്റെ പാറുവാണ് ഇനി ഫുഡ് കഴിക്കാതെ ഇരിക്കൂല. സത്യം. ഒന്ന് ചിരിക്കേ പ്ലീസ്. ഞാൻ സത്യം ചെയ്തല്ലോ, ഇനി ആവർത്തിക്കൂല. ശരി, അത് കഴിക്കാൻ നോക്ക്. ഇല്ല. അതെന്താണ്? എനിക്ക് വാരിത്തരണം. നടക്കില്ല. നടക്കും. വെറുതെ വാശി പിടിക്കാതെ പ്ലീസ്. എനിക്ക് കൊതിയായിട്ടല്ലേ. അവൻ അവളുടെ കയ്യിൽ നിന്ന് അത് മേടിച്ചു. വാരിക്കൊടുക്കാൻ തുടങ്ങി. വാരിക്കൊടുക്കുന്ന കൂട്ടത്തിൽ അവന്റെ വിരലി അവള് കടിച്ചു. ഡി. അവള് ചുണ്ടു കൂർപ്പിച്ച് ഒരു ഉമ്മ കൊടുക്കും. അവ ഒരു ചിരിയോടെ പിന്നെയും വാരിക്കൊടുത്തോണ്ടിരുന്നു. അവൾ പാത്രത്തിൽ കൈയിട്ടു. അവനും വാരിക്കൊടുത്തു. കാറിലിരുന്ന് പാട്ടും പുറത്ത് ചെറിയ ചാറ്റൽ മഴ. കൂടെ എന്റെ കാലനും. ആഹാ, അന്തസ് അല്ലേ അബിയേട്ടാ? അവൻ അവളെ നോക്കി ചിരിച്ചു. മതി അബിയേട്ടാ, ഇതും കൂടി. വേണ്ട, വയറ് നിറഞ്ഞു. നോക്കിയേ, കണ്ടോ, എന്റെ വയറിപ്പോ പൊട്ടും. അതിന് കൂടുതൽ കഴിച്ച ഞാനല്ലേ? സത്യം. ആ, എന്നാ പോയി കൈ കഴുക. എന്നാ. അതും പറഞ്ഞ് ഒരു ബോട്ടിൽ വെള്ളം അവൾക്ക് കൊടുത്തു. അവൾ വായും കൈയും കഴുകി വന്ന് കൂടെ അവനും. അവളുടെ മുഖം അവന്റെ തോളി ഉരച്ചു. എന്താടി കോപ്പേ? മുഖം തുടച്ചയാ. എന്റെ തോളിലാണോ തുടക്കേണ്ടേ? പിന്നല്ലാതെ. ആ, അത് വിട്. എന്നിട്ട് മോളാ ടാബ്ലറ്റ് എടുത്ത് കഴിക്കൂ. ബാഗിൽ നിന്ന് മരുന്നെടുത്ത് കഴിച്ചു. അവൾ ഇരുന്നപ്പോ കാലന്റെ കൈ തേമുട്ടായി. അവൾ അവന്റെ കയ്യിൽ നിന്ന് അത് മേടിച്ചു. അവന്റെ കോളറി പിടിച്ചു വലിച്ച് അവന്റെ ചുണ്ടി അമർത്തി ചുംബിച്ചു. സീറ്റിലിരുന്നു. ദൈവമേ, ഞാനിപ്പോ എന്നതാ കാണിച്ച്? കാലിനെ നോക്കിയപ്പോ എന്നെ തന്നെ നോക്കിയിരിക്കുന്നു. അതബിയേട്ടാ, സന്തോഷം കൊണ്ട് അറിയാതെ സ്പോട്ട് മാറിയതാ. സത്യം. ആണോ? അതിന്റെ ഭാഗ്യം സേട്ടൻ തരട്ടെ. വേണ്ട, വേണ്ടാത്തോണ്ടാ. എനിക്കിഷ്ടായി. എക്സ്പെക്ട് ചെയ്യാതെ കിട്ടിയോണ്ട് എനിക്ക് ഭയങ്കര സന്തോഷായി. അപ്പൊ എങ്ങനെ? ഞാനും അങ്ങോട്ട്. പ്ലീസ്, ഫ്രോഡാണ് ചെക്ക. അപ്പൊ അത് മോൾക്കില്ലായിരുന്നു എന്നെ ഒമ്മിച്ചപ്പോ? ചേച്ചിത് കണ്ടില്ലേ? പെട്ടെന്ന്. പ്ലീസ്, വണ്ടി എടുക്കാൻ നോക്ക്. ഓഫീസിൽ ഒന്ന് ചെല്ലട്ടെ. ഓ ആയിക്കോട്ടെ, ഇപ്പൊ വണ്ടി എടുക്കാൻ നോക്ക്. അബിയുടെ തോളി ചാരിയിരുന്ന് ഇടയ്ക്ക് തേമിട്ടായി കഴിച്ചു. ഇടയ്ക്ക് അവന്റെ വായിലും അവൾ വെച്ചു കൊടുത്തു.